ഹോസിയ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 11-12 വചനങ്ങൾ. വീഞ്ഞും പുതുവീഞ്ഞും സുബോധം കെടുത്തും, തടിക്കഷത്തോട് എൻ്റെ ജനം ഓരോ സംഗതി ആരായുന്നു. അവരുടെ ദണ്ഡ് അവർക്ക് പ്രവചനമരുളുന്നു. വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം അവരെ വഴിതെറ്റിച്ചു. പരസംഗത്തിനു വേണ്ടി തങ്ങളുടെ ദൈവത്തെ അവർ പരിത്യജിച്ചു. അവിടെ പറയാണ് വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം. ഇതൊരു പൈശാചിക ആത്മാവാണ്, പൈശാചിക അരുവിയ ദുഷ്ടാത്മാവാണ്. ഈ ഒരു ആത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ആ വ്യക്തി ഇങ്ങനെ മ്ലേച്ഛമായ പാപത്തിൻ്റെ വഴികളിൽ ജീവിച്ചുകൊണ്ടേയിരിക്കും. മനുഷ്യനെ നാശത്തിലേക്ക്, തകർച്ചയിലേക്ക്, പാപത്തിലേക്ക് നയിക്കുന്ന പൈശാചിക അരൂപികൾ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ലൂക്ക 4-ലും മത്തായി 4-ലും നമ്മൾ വായിക്കുന്നുണ്ട്, 40 ദിനരാത്രങ്ങൾ യേശു ഉപവസിച്ച് പ്രാർത്ഥിച്ചു. യേശു ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിന് വിശന്നപ്പോൾ അവിടെ പിശാച് വരിക. ഇവിടെ പറയുക, ഈ കല്ലുകളോട് അപ്പമാകാൻ നീ കൽപ്പിക്കുക. ഹല്ലേലൂയ. അവൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച യേശുവിൻ്റെ അടുക്കലേക്ക് പിശാച് വന്നു. ഈ പിശാച് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ദൈവ മക്കളെ തൊടുവാനായിട്ട് ഈ തിന്മയുടെ ശക്തിക്ക് പറ്റില്ല. 1 യോഹന്നാൻ 4:4, നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നിന്റെ ഉള്ളിൽ ആരാ ഉള്ളത്? കർത്താവായ യേശു ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ട്. അവൾ ഒരു തിന്മയുടെ ശക്തിക്കും ഒരു ദുഷ്ടാരൂപികൾക്കും നിന്നെ കീഴ്പ്പെടുത്തുവാനായിട്ട് പറ്റില്ല. ഒരു പൈശാചിക അരൂപികളും നിന്നെ തകർക്കത്തില്ല. ഒരു തിന്മയ്ക്കും നിന്നെ ബന്ധിക്കാനായിട്ട് പറ്റത്തില്ല. ഹല്ലേലൂയ. കാരണം നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. കരമൊന്ന് ഉയർത്തി പിടിച്ചേ, പ്രാർത്ഥിച്ചേ. കർത്താവായ യേശുവേ, അങ്ങേക്ക് നന്ദി പറയുന്നു. രാജാവായി, കർത്താവായി എൻ്റെ ഹൃദയത്തിൽ എൻ്റെ കൂടെ അങ്ങ് വസിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന, എൻ്റെ കൂടെ വസിക്കുന്ന യേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു, അങ്ങേ ഞാൻ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന യേശുവേ, അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് മഹത്വം. ഹല്ലേലൂയ. 2 കരമുയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? നന്നായിട്ടൊന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. യേശുവേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തില് 5-ാം അധ്യായത്തിന്റെ 4-ാമത്തെയും 5-ാമത്തെയും വചനം, തങ്ങളുടെ ദൈവത്തിന്റെ അടുത്തേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. തങ്ങളുടെ ദൈവത്തിന്റെ അടുക്കലേക്ക് തിരികെ പോകുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അത് ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരുവാനായിട്ട്, തിരിച്ചു വരുവാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. എന്താ അതിൻ്റെ കാരണം? വചനം തുടരുകയാണ്. വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു, അവർ കർത്താവിനെ അറിയുന്നില്ല. വ്യഭിചാരത്തിന്റെ ദുരാത്മാവ് അവരിൽ കുടികൊള്ളുന്നു. അവർക്ക് കർത്താവിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല. കർത്താവിനെ അവർ അറിയുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് കർത്താവിലേക്ക് മടങ്ങി വരാനായിട്ട് സാധിക്കുന്നില്ല. കാരണം അവരെ തിന്മയുടെ അരൂപി പിടികൂടിയിരിക്കുക. വ്യത്യസ്തമായ തിന്മയുടെ അരൂപികൾ, ആത്മാക്കൾ മനുഷ്യനിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ശക്തമായിട്ട് കർത്താവിനെ സ്തുതിക്കുമ്പോൾ, കർത്താവിനെ ആരാധിക്കുമ്പോൾ ഈ തിന്മയുടെ അരൂപികൾ നമ്മൾ വിട്ടുപോകും. വെറുപ്പിൻ്റെ ആത്മാവ്, കോപത്തിൻ്റെ ആത്മാവ്, അശുദ്ധിയുടെ ആത്മാവ്, നിരാശയുടെ ആത്മാവ്, ദുഃഖത്തിൻ്റെ ആത്മാവ്, ഭയത്തിൻ്റെ ആത്മാവ്, വ്യത്യസ്തമായ
അരൂപികളെ മനുഷ്യനെ കീഴ്പ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഈ വ്യത്യസ്തമായ അരൂപികളെ വിട്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ശക്തമായിട്ട് യേശുവിൻ്റെ നാമത്തെ വിളിച്ച് സ്തുതിക്കുമ്പോൾ ഈ അരൂപികൾ നമ്മളെ വിട്ടുപോകും. നമ്മുടെ മനസ്സിൻ്റെ മേല്, നമ്മുടെ ശരീരത്തിൻ്റെ മേല്, നമ്മുടെ ആത്മാവിൻ്റെ മേല് സ്വാധീനം ചെലുത്തുന്ന സകല പൈശാചിക ദുരാത്മാക്കളും വിട്ടുപോകണമെങ്കിൽ നമ്മൾ ശക്തമായിട്ട് സ്തുതിക്കണം. മനുഷ്യരായ നമ്മുടെ ഓരോരുത്തരെയും ശരീരത്തിൻ്റെ മേലും ആത്മാവിൻ്റെ മേലും മനസ്സിൻ്റെ മേലും വ്യത്യസ്തമായ തിന്മയുടെ അരൂപികൾ സ്വാധീനം ചെലുത്തും ഉണ്ട്. ഇതിന് വിടുതൽ കിട്ടണം. അതിനാണ് ശക്തമായ സ്തുതിപ്പിൻ്റെ ആവശ്യകത. സ്തുതിക്കുമ്പോൾ ഈ തിന്മയുടെ അരൂപികൾ ഒന്നൊന്നായിട്ട് നമ്മൾ വിട്ടുമാറുകയും ചെയ്യും. തലയുടെ ഭാരം കുറയുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അല്ലെ ചങ്കിൽ നിന്നൊക്കെ വിട്ടുപോയതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തുതിക്കുവാനായിട്ട് ഒരു മടിയും വിചാരിക്കരുത്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നന്നായിട്ട് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധിക്കുന്നു, യേശു നന്ദി, യേശു സ്തുതി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തില് 6-ാം അധ്യായത്തില് ഇപ്രകാരം വായിക്കുന്ന 10 വചനങ്ങൾ. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിൽ കരുത്തുള്ളവരാവണം. കർത്താവിൻ്റെ ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ പ്രാപിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാവണം, ഉപവസിക്കുന്നവരാവണം, വചനം വായിക്കുന്നവരാകണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഇരിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഇരുന്നുവെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മൾ നിറയൂ. സ്തുതിക്കുവാനും ആരാധിക്കുവാനും വചനം വായിക്കുവാനും ജപമാല ചൊല്ലുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ നമ്മൾ മനസ്സ് കാണിക്കണം. അപ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി, കരുത്ത് നമ്മൾ നിറയുന്നത്. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. ആത്മാവിൻ്റെ കരുത്ത് പ്രാപിച്ചാൽ ഒരു തിന്മയുടെ ശക്തിക്കും നിന്നെ തൊടുവാനായിട്ട് സാധിക്കത്തില്ല. ഒരു പൈശാചിക ദുരാത്മാക്കൾക്കും നിങ്ങളെ കീഴ്പ്പെടുത്താനായിട്ട് പറ്റത്തില്ല. ഹല്ലേലൂയ. ഒരു ശക്തമായ ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് മാത്രമേ തിന്മയെ കീഴ്പ്പെടുത്തുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. 40 ദിവസം ഉപവസിച്ച യേശുവിനെ പരീക്ഷിക്കുവാൻ പിശാച് കടന്നു വന്നു. ഈ തിന്മയുടെ ശക്തികൾ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. പക്ഷെ നമ്മളെ കീഴ്പ്പെടുത്താൻ ഈ ശക്തിക്ക് സാധ്യമല്ല. യേശു നമ്മുടെ ഉള്ളിൽ ഉണ്ട്. ഹല്ലേലൂയ. മർക്കോസ് 16:17 വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളമുണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കും, രോഗികളെ സൗഖ്യമാക്കും. പിശാചുക്കളെ പുറത്താക്കും. എൻ്റെ നാമത്തിൽ അവർ പിശാചുക്കളെ പുറത്താക്കും. നിങ്ങൾ വിശ്വാസത്തോടെ യേശുവിന്റെ നാമത്തിൽ പിശാചിനോട് വിട്ടുപോകാൻ പറഞ്ഞാൽ പിശാച് പോയിരിക്കും. യേശു നാമത്തിന്റെ അത്ഭുത ശക്തിയിൽ പിശാചുക്കൾ തിന്മയുടെ അരൂപികൾ മുട്ടുമടക്കും. ധൈര്യത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും നമ്മൾ വായിക്കുന്നു എഫേസോസ് 6:11 മുതൽ. സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. സാത്താന്റെ കുടില തന്ത്രങ്ങള് നമ്മൾ തിരിച്ചറിയണം. സാത്താൻ കണ്ണിങ്ങാണ്. സാത്താൻ സൂത്രശാലിയാണ്. ആദിമാതാപിതാക്കളെ കബളിപ്പിച്ച വഞ്ചിച്ച ആ സാത്താൻ ഓരോ മനുഷ്യനെയും പറ്റിക്കുവാനായിട്ട് ഇങ്ങനെ അലറുന്ന സിംഹത്തെ പോലെ നടക്കുകയാണ്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ പിശാച് ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ചില മേഖല. ഒന്ന്, അവിശ്വാസത്തിന്റെ ആത്മാവ്. വിശ്വാസമില്ല. ആ വിശ്വാസത്തെ പിശാച് എടുത്തോണ്ട് പോവുക. അടുത്തത് സഭാ വിരുദ്ധതയുടെ ദുരാത്മാവ്. സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു പൈശാചിക അരൂപി ചില വ്യക്തികളിലുണ്ട്. സഭയ്ക്കെതിരെ പ്രവർത്തിക്കുക, കുറ്റം പറയുക, വിമർശിക്കുക, അങ്ങനെ സഭയ്ക്കെതിരെ കണ്ടമാനം പ്രവർത്തിക്കുന്ന ധാരാളം ക്രൈസ്തവരുണ്ട്. ഈ വ്യക്തികളിൽ പ്രവർത്തിക്കുന്നത് സഭാ വിരുദ്ധതയുടെ പിശാച.
ഹല്ലേലൂയ. അപ്പോൾ അവിശ്വാസത്തിന്റെ ആത്മാവ് ഇന്ന് യുവതലമുറയെ കീഴ്പ്പെടുത്തുന്നത് പോലെ, കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ ഈ ഒരു സ്പിരിറ്റ് ശക്തമായിട്ട് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. വ്യത്യസ്തമായ സ്പിരിറ്റുകൾ, അരൂപികൾ മനുഷ്യനെ അങ്ങനെ കീഴ്പ്പെടുത്തി വിശ്വാസത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും അകറ്റിക്കൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് ലോകം മുഴുവൻ കടന്നു പോകുന്നത്. നമ്മുടെ കേരളം മാത്രമല്ല, ലോകം മുഴുവൻ കടന്നു പോകുന്നത് ഈ അവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരമ്മ പ്രാർത്ഥിക്കാൻ വന്നു. മാന്നാനം എന്ന സ്ഥലത്തു നിന്നാണ്, സ്ഥലം പറഞ്ഞു മാന്നാനം എന്നാണ് പറഞ്ഞത്. അവർ എന്നോട് പറയുകയാണ്, അവർ ഈ തിരുസ്വരൂപങ്ങൾ കാണുവാനും പ്രാർത്ഥിക്കാനും വന്ന ഒരു ഫാമിലിയായിട്ട് വന്ന, മക്കളൊന്നുമില്ല. എന്നോട് പറഞ്ഞു, ബ്രദറെ ഒരു മോനുണ്ട്, അവന് വിശ്വാസമില്ല, പ്രാർത്ഥിക്കത്തില്ല. ഞാൻ ചോദിച്ചു അതിൻ്റെ കാരണം എന്താ? കാരണം പറഞ്ഞത് അവനിപ്പോൾ എൻജിനീയറിംഗിന് പഠിക്കുകയാണ്. അവൻ്റെ കണ്ണുകൾ ഡ്രൈ ആകുന്ന ഒരു അസുഖമുണ്ട്, കണ്ണ് ഡ്രൈ ആവുക. അതിന് മരുന്നൊഴിക്കണം. എന്നൊക്കെ മരുന്ന് കിട്ടും, വലിയ വ്യത്യാസമൊന്നും തോന്നില്ലെന്ന് തോന്നുന്നു എന്തോ. അപ്പം അവൻ അമ്മയോട് പറഞ്ഞു, എൻ്റെ ഈ കണ്ണിന് കർത്താവ് സൗഖ്യം തന്നാൽ ഞാൻ പ്രാർത്ഥിക്കാം. അവൻ പള്ളി പോകത്തില്ല, കുമ്പസാരിക്കത്തില്ല, ഒരു കാര്യങ്ങളില്ല. ഈ അമ്മ പറയുകയാണ്, മകനിപ്പോൾ കുമ്പസാരമില്ല, പള്ളി പോകത്തില്ല, പ്രാർത്ഥിക്കത്തില്ല. അവൻ അമ്മയോട് പറഞ്ഞു, എൻ്റെ കണ്ണ് എന്ന് സൗഖ്യമാകുന്നോ അന്ന് ഞാൻ പള്ളിയിൽ പോകത്തുള്ളൂ. ദൈവം എന്തിനാണ് എനിക്കിത് വരുത്തിയത്? മിനിയാന്ന് നടന്ന സംഭവം. മിനിയാന്ന് ഇവിടെ പ്രാർത്ഥിക്കാൻ വന്ന ഒരമ്മ എന്നോട് പറയാം, മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, മോൻ്റെ അവസ്ഥ ഇതാ, അതിന് പള്ളിയും വേണ്ട, വിശ്വാസവും ഇല്ല, പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പറയുന്നു, ദൈവം എൻ്റെ ഇത് സൗഖ്യമാക്കുന്ന കാലത്ത് ഞാൻ പള്ളിയിൽ പോകുന്നുള്ളൂ, ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കൊന്തയെല്ലാം പോലും മകൻ ഇരിക്കത്തില്ല. അവനിലെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. അയാൾ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു തലമുറ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുക. ഇത് ശരിക്കും പൈശാചിക അരൂപികളാ. വിശ്വാസത്തിൻ്റെ ദുരാത്മാവ് വ്യക്തികളിൽ പ്രവർത്തിക്കുക. വിശ്വാസത്തിൻ്റെ ചൈതന്യം ഈ തിന്മയുടെ ശക്തികൾ എടുത്തു മാറ്റുകയാണ്. അയാൾ അവിശ്വാസത്തിൻ്റെയും സഭാവിരുദ്ധതയുടെയും ഒരു പൈശാചിക ശക്തി ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. ഈ തിന്മയുടെ ശക്തികൾ ബന്ധിക്കപ്പെടണം, ഇത് ബഹിഷ്കരിക്കപ്പെടണം. അവിടെ ശക്തമായ പ്രാർത്ഥന ദൈവസന്നിധിയിൽ നമ്മൾ ഉയർത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് പറയാണ്, എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. ഹല്ലേലൂയ. നമ്മൾ പടവെട്ടുന്നത് തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരായിട്ടാണ്. നമ്മൾ ഓരോരുത്തരും യുദ്ധക്കളത്തിലാണ്. നമ്മൾ ഓരോരുത്തരും യുദ്ധക്കളത്തിലാണ്. ഈ യുദ്ധം നന്മയും തിന്മയും പിശാചും നമ്മളും തമ്മിലുള്ള ഒരു യുദ്ധം നമ്മുടെ മനസ്സിൻ്റെ, ആത്മാവിൻ്റെ, ചിന്തയുടെ, ശരീരത്തിൻ്റെ തലങ്ങളിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഈ യുദ്ധത്തിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, കൂദാശ ജീവിതത്തിലേക്ക് മടങ്ങി വരണം. അടുക്കലടുക്കൽ കുമ്പസാരിക്കണം, പ്രാർത്ഥിക്കണം, ദീപികാരണം സ്വീകരിക്കണം. നല്ലൊരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നമുക്ക് മടങ്ങി വരേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ തിരിച്ചറിയുക, ഇന്ന് ഈ തിന്മയുടെ അരൂപികൾ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ തിന്മയുടെ ശക്തികൾ ബന്ധിക്കപ്പെടാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മിൽ പ്രവർത്തിക്കുന്ന സകല തിന്മയുടെ അരൂപികളും വിട്ടൊഴിയാൻ വേണ്ടി തീഷ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ. ഒന്ന് വലതുകരം പിടിക്കാമോ? കർത്താവായ യേശുവേ, എൻ്റെ ശരീരത്തിൻ്റെ മേൽ, എൻ്റെ മനസ്സിൻ്റെ മേൽ, എൻ്റെ ആത്മാവിൻ്റെ മേൽ, എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ സ്വാധീനം ചെലുത്തുന്ന സകല തിന്മയുടെ അരൂപികളും ദുഷ്ടാരൂപികളും അശുദ്ധാത്മാക്കളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്നെ വിട്ടുമാറട്ടെ. യേശുവേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. യേശുവിന്റെ രക്തമേ എന്നെ കഴുകണമേ, യേശുവിന്റെ തിരുരക്തമേ എന്നെ വിശുദ്ധീകരിക്കണമേ.
പൈശാചിക ശക്തികളെ, ശക്തികളെ, ദുഷ്ടാത്മാക്കളെ, ദുരാത്മാക്കളെ, അശുദ്ധാരൂപികളെ യേശുവിന്റെ നാമത്തിൽ എന്നെയും എന്റെ കുടുംബത്തെയും വിട്ടുമാറുക. യേശുവിന്റെ നാമത്തിൽ അവിശ്വാസത്തിന്റെ ആത്മാവ് ബന്ധിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ സഭാവിരുദ്ധതയുടെ ആത്മാവ് ബന്ധിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ തിന്മയുടെ ശക്തികൾ ഈ ദേശം വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ തിന്മയുടെ ശക്തികൾ വിട്ടുമാറട്ടെ. യേശുവേ, അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. ആരാധിക്കുന്നു, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ എല്ലാവരും യുദ്ധക്കളത്തിലാണ്. ഈ യുദ്ധക്കളത്തിൽ വിജയം നേടണമെങ്കിൽ നിരന്തരമായ പ്രാർത്ഥനയും ഉപവാസവും കൂദാശ ജീവിതവും പ്രാർത്ഥനാ ജീവിതവും വേണം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം, നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാം. നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുമ്പോൾ കർത്താവ് വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ഉറപ്പാണ്, ഈ വരും നാളുകൾ നമുക്ക് വലിയ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായിരിക്കും. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.